കേരളത്തിന്റെ കടമെടുപ്പ് പരിധിയുമായി ബന്ധപ്പെട്ട് കേരളവും കേന്ദ്രവും തമ്മിൽ ഇന്ന് ചർച്ച നടക്കും. സുപ്രീംകോടതി നിർദ്ദേശപ്രകാരമാണ് ചർച്ച നടക്കുക. ധനമന്ത്രിയുടെ നേതൃത്വത്തിൽ 4-അംഗ സംഘമാണ് കേരളത്തെ പ്രതിനിധീകരിക്കുക. വൈകിട്ട് 4 മണിക്കാണ് ചർച്ച. വിവരങ്ങളുമായി MG മിഥുൻ ചേരുകയാണ്. മിഥുൻ, കേരളത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധി അതിരൂക്ഷമാണ്. ഈ സാഹചര്യത്തിലാണ് കടമെടുപ്പ് പരിധിയുമായി ബന്ധപ്പെട്ട് ഉള്ള ഒരു ചർച്ച നടക്കുന്നത്. സുപ്രീംകോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇത്തരമൊരു ചർച്ച എന്നതുകൊണ്ട് തന്നെ പ്രതീക്ഷകളുണ്ടോ? കേന്ദ്രം അയയാനുള്ള സാധ്യതയുണ്ടോ? തീർച്ചയായും കേരളവും കേന്ദ്രവും തമ്മിൽ മഞ്ഞുരുകുമെന്ന് തന്നെയാണ് നമുക്ക് നോക്കിക്കാണേണ്ടതായിട്ടുള്ളത്. വൈകിട്ട് 4 മണിക്കാണ് യോഗം നിശ്ചയിച്ചിട്ടുള്ളത്. ധനമന്ത്രി KN ബാലഗോപാൽ ഉൾപ്പെടെ 4-അംഗ സംഘമാണ് ഈ ഒരു ചർച്ചയ്ക്ക് കേരളത്തിൽ നിന്ന് ഡൽഹിയിലെത്തിയിട്ടുള്ളത്. ധനമന്ത്രിക്ക് പുറമെ മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി KM എബ്രഹാം, ധനകാര്യ പ്രിൻസിപ്പൽ സെക്രട്ടറി രവീന്ദ്രകുമാർ അഗർവാൾ, അഡ്വക്കേറ്റ് ജനറൽ K ഗോപാലകൃഷ്ണക്കുറുപ്പ് എന്നിവരാണ് ഈ സംഘത്തിലുള്ളത്. വൈകിട്ട് 4 മണിക്കാണ് യോഗമുള്ളത്. ധനമന്ത്രിയുടെ നേതൃത്വത്തിൽ ഉള്ള ഈ സംഘം കൃത്യമായി കാര്യങ്ങൾ നിർദ്ദേശിക്കുകയും ചെയ്യും. നേരത്തെ രേണുക സൂചിപ്പിച്ചതുപോലെ തന്നെ സുപ്രീം കോടതിയുടെ ഒരു ഇടപെടൽ, അതായത് രണ്ടാമത് പോലെ കോടതിയുടെ ഒരു മധ്യസ്ഥതയിലുള്ള ചർച്ചയിലേക്ക് കടക്കുന്നത് ആദ്യം കേരളവും കേന്ദ്രവും തമ്മിൽ ഒരു ചർച്ചയാകട്ടെ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ മുന്നോട്ട് വരട്ടെ എന്നുള്ള ആവശ്യം മുന്നോട്ട് വെച്ചത് സുപ്രീം കോടതി തന്നെയാണ്. കഴിഞ്ഞ ആഴ്ച ഈ ഒരു കേസ് പരിഗണിക്കുമ്പോൾ പ്രധാനമായും സുപ്രീം കോടതി ചൂണ്ടിക്കാണിച്ചിട്ടുള്ള കാര്യങ്ങൾ ഇതുതന്നെയായിരുന്നു. കടമെടുപ്പ് പരിധി കൂട്ടുന്നതുമായി ബന്ധപ്പെട്ട ആദ്യം ധനമന്ത്രിയും ഒപ്പം തന്നെ കേന്ദ്ര ധനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയുമായി കൂടിക്കാഴ്ച നടത്തി തീരുമാനമെടുക്കട്ടെ എന്നുള്ളൊരു നിർദ്ദേശം സുപ്രീം കോടതി മുന്നോട്ട് വയ്ക്കുകയായിരുന്നു. ഒപ്പം തന്നെ കേരളത്തിന്റെ അഭിഭാഷകൻ കൂടിയായിട്ടുള്ള കപിൽ സിബൽ ഇതിന് ഇടനിലക്കാരനായി ഇക്കാര്യത്തിൽ കൃത്യമായ നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. അതിനുശേഷമായിരുന്നു ഇതിന്റെ വിവരങ്ങളൊക്കെ, അതായത് ഇന്ന് വൈകിട്ട് നടക്കുന്ന ചർച്ചയ്ക്ക് ശേഷം ഇതിന്റെ കൃത്യമായ വിവരങ്ങളും കാര്യങ്ങളും സുപ്രീം കോടതിയിൽ അറിയിക്കണം എന്നുള്ളൊരു നിർദ്ദേശമാണ് സുപ്രീം കോടതി മുന്നോട്ട് വെച്ചിരിക്കുന്നത്. 19-ാം തീയതി, അതായത് ഈ അടുത്ത തിങ്കളാഴ്ച ഈ കേസ് വീണ്ടും സുപ്രീം കോടതിയുടെ പരിഗണനയിൽ വരും. അപ്പോൾ ഈ ചർച്ചയിൽ എന്തൊക്കെ കാര്യങ്ങൾ നടന്നിട്ടുണ്ട്, അതിൽ ഏതെങ്കിലും തരത്തിൽ സമവായമായിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ തന്നെ സുപ്രീം കോടതി അറിയിക്കണം എന്നുള്ള നിർദ്ദേശമാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. എന്തായാലും ഈ കടമെടുപ്പ് പരിധി കൂട്ടണം എന്നുള്ള കേരളത്തിന്റെ ആവശ്യം, അതിൽ കേന്ദ്ര സർക്കാർ ഒരു അനന്തയ നീക്കം ഉണ്ടാകുമോ എന്ന് നമുക്ക് കണ്ടറിയിരിക്കുന്നു. വൈകിട്ട് 4 മണിക്കാണ് ചർച്ച. ശരി, എന്തായാലും ഡൽഹിയിലെ ചർച്ചകളിൽ എന്തെങ്കിലും അനുകൂലമായ തീരുമാനം ഉണ്ടാകുമോ എന്നതാണ് ഇന്ന് ഏറ്റവും ഉറ്റുനോക്കുന്ന കാര്യം. നമുക്ക് സംസ്ഥാനത്തെ